അസാധാരണമെന്നോ വിചിത്രമെന്നോ പറയാവുന്ന നിർദ്ദേശങ്ങൾ. വാർദ്ധക്യം തടയാൻ മരുന്ന് വികസിപ്പിക്കണം. ഇതിനായി 2030 ചികിത്സ വികസിപ്പിക്കണം. ഇപ്പോഴിതാ ജോലി ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. കിമ്മിനെ സംശയിക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം പുടിന്റെ വകയാണ്. കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കുമായി റഷ്യ മല്ലിടുന്നതിനിടെയാണ് പുടിന്റെ അസാധാരണമായ നിർദ്ദേശം. രാജ്യത്ത് ജനന നിരക്ക് കുറയുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനായാണ് പുതിയ നിർദ്ദേശം വച്ചിരിക്കുന്നത്. ജോലി ഇടവേളകളിൽ റഷ്യക്കാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. രാജ്യത്ത് പുടിൻ റഷ്യക്കാരെ ഉപദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈൻ യുദ്ധം രൂക്ഷമാക്കിയ ജനസംഖ്യാ കുറവുകളും ഒപ്പം 1 ദശലക്ഷത്തിലധികം കൂടുതലും യുവാക്കൾ റഷ്യക്കാർ പലായനത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കുറഞ്ഞു വരുന്ന ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് ജോലിയുടെ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് റഷ്യ പൗരന്മാരോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രാജ്യസേവനത്തിന്റെ ഭാഗമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. മെട്രോ റിപ്പോർട്ട് പ്രകാരം റഷ്യയുടെ നിലവിലത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു സ്ത്രീക്ക് ഏകദേശം 1.5 കുട്ടികൾ എന്നാണ്. എന്നാൽ ജനസംഖ്യാ സ്ഥിരതയ്ക്ക് ആവശ്യമായ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1 ആണ്. ഈ കുറഞ്ഞു വരുന്ന ജനന നിരക്കിനെ പ്രതിരോധിക്കുന്നതിനായാണ് ജോലി സ്ഥലത്തും ഉച്ചഭക്ഷണത്തിനും ഇടവേളകൾക്കുമിടയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശം. റഷ്യൻ ജനതയുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന ദേശീയ മുൻഗണന എന്നും പുടിൻ പറഞ്ഞതായാണ് മെട്രോ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം കാരണം 1 ദശലക്ഷത്തിലധികം യുവാക്കളുടെ കുടിയേറ്റം മൂലം റഷ്യ ജനസംഖ്യാ കുറവ് നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ജനസംഖ്യ കുറയുന്നത് മാറ്റുക എന്നത് ഒരു ദേശീയ മുൻഗണനയാണെന്ന് പുടിൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി എത്ര ആളുകൾ അവശേഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. റഷ്യൻ ആരോഗ്യമന്ത്രി ഡോക്ടർ യെവ്ജനി ഷെസ്റ്റപോലോവ് പുതിയ നയത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. തിരക്കുള്ള ജോലി ഷെഡ്യൂളുകൾ കുട്ടികളില്ലാത്തതിന്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ദൈർഘ്യമേറിയ മണിക്കൂറുകളുള്ളവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാനാകുമെന്ന ചോദ്യം ചെയ്തപ്പോഴാണ് ഇടവേളയിൽ എന്ന ആശയം അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതായത് ജോലിയോ ജോലി സ്ഥലമോ പ്രത്യുൽപാദനത്തിന് തടസ്സമാകരുതെന്നാണ് റഷ്യൻ ആരോഗ്യമന്ത്രിയുടെ നയം. അതുകൊണ്ട് തന്നെ ഇടവേളകളും മറ്റും പ്രയോജനപ്പെടുത്താനാണ് അദ്ദേഹം രാജ്യക്കാരോട് അഭ്യർത്ഥിച്ചത്. ഇങ്ങനെയാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജോലിയിൽ വളരെ തിരക്കിലായിരിക്കുന്നത് സാധുവായ ഒരു കാരണമല്ല, മറിച്ച് ഒരു മുടന്തൻ ഒഴിവുകഴിവാണ് എന്നും ഇടവേളകളിൽ നിങ്ങൾക്ക് പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടാം, കാരണം ജീവിതം വളരെ വേഗത്തിൽ പറക്കുന്നു എന്നാണ് ഷെസ്റ്റപോലോവ് പറയുന്നത്. എന്തായാലും ഈ നയം ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലമായ ക്രെംലിൻ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ മോസ്കോയിലെ 18നും 40നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അവരുടെ പ്രത്യുൽപാദന ശേഷിയും ആരോഗ്യവും സാധ്യതകളും വിലയിരുത്തുന്നതിന് സൗജന്യ ഫെർട്ടിലിറ്റി ചെക്കപ്പുകളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഒപ്പം ഓരോ വർഷവും ജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തൊഴിലുടമകൾ അവരുടെ ജീവനക്കാരുടെ ജനന നിരക്ക് ട്രാക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് MP ടറ്റിയാന ബത്സ്കായ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. റഷ്യയിലെ ചെല്യാനാബെൻസ് മേഖലയിൽ യുവതികൾക്ക് അവരുടെ ആദ്യ കുഞ്ഞിന്റെ ജനനത്തിന് 8500 പൗണ്ട് പ്രോത്സാഹനമായി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. കൂടാതെ ഗവൺമെന്റ് രാജ്യത്തുടനീളം ഗർഭചിത്രവും വിവാഹമോചന ഫീസും വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം പൊതു വ്യക്തികളും സഭാ നേതാക്കളും ഉയർന്ന ജനന നിരക്ക് ദേശീയ കടമയായി ബാധിക്കുന്നു. അന്ന കുസ്നെറ്റ്സോവ, ഷന്ന റിയാബ്സേവ എന്നിവരെ പോലെയുള്ള രാഷ്ട്രീയക്കാർ സ്ത്രീകൾക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാകാൻ ആഹ്വാനം ചെയ്യുന്നു. നേരത്തെയുള്ള പ്രസവം വലിയ കുടുംബങ്ങളിലേക്ക് നയിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഇതേസമയം റഷ്യൻ സൈന്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൈന്യമെന്ന സ്ഥാനത്തേക്ക് വികസിപ്പിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് പുടിൻ. റഷ്യൻ സൈന്യത്തിന്റെ വൻ വിപുലീകരണത്തിനും പ്രസിഡന്റ് പുടിൻ ഉത്തരവിട്ടിട്ടുണ്ട്. 1.5 ദശലക്ഷം സജീവ ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് മൊത്തം സേനയെ 2.38 ദശലക്ഷമായി ഉയർത്തുന്നതിനായി 1,80,000 സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. ഇത് ചൈനയെ പിന്തുടർന്ന് റഷ്യയുടെ സൈന്യത്തെ ലോകത്തിലെ 2ാമത്തെ വലിയ സൈന്യമാക്കി മാറ്റും. 2022 യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം സൈനിക ഉദ്യോഗസ്ഥരുടെ മുൻകാല വർധനവിനെ തുടർന്നാണ് ഈ പുതിയ വിപുലീകരണവും വരുന്നത്. നിലവിലുള്ള സംഘടനകളും കനത്ത നഷ്ടങ്ങളും കാരണം നിലവിലെ ആഗോള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് വിപുലീകരണം എന്നാണ് രാജ്യത്തിന്റെ പ്രതികരണം.